Hi, hello, dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 2 ദിവസം മുന്നേ ഒരു സ്റ്റുഡന്റ് MA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡന്റ്, MA മലയാളം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ദർശന എന്ന് പേരുള്ള ഒരു സ്റ്റുഡന്റ് BEdന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോയപ്പോഴാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്നുള്ളത് കേരള സർവകലാശാലയിൽ നിന്നുള്ളൊരു ന്യൂസ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഈ സ്റ്റുഡന്റിന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ന്യൂസ് വലിയ പ്രശ്നമാവുകയും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ സമീപനത്തെക്കുറിച്ച് കേരളത്തിൽ ഒട്ടാകെ ചർച്ചയാവുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയതിന് ശേഷം തുടർന്നുണ്ടായിട്ടുള്ള ഒരു ഓപ്പൺ സർവകലാശാലയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള 4 യൂണിവേഴ്സിറ്റികളിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു മേഖല കംപ്ലീറ്റ് ആയിട്ടും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ വന്നതും അതിനെ തുടർന്നുണ്ടായതാണ്. അപ്പം ഇപ്പൊ നിലവില് കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. UG, PG, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിലുണ്ട്. വളരെ മികച്ച രീതിയിൽ പോകുന്ന ഒരു ഓപ്പൺ സർവകലാശാലയും കൂടിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആ ഒരു പർട്ടിക്കുലർ സമയത്താണ് അതിന്റെ 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്ന സാഹചര്യത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഈ സ്റ്റുഡൻസ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതുമായിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയിലേക്ക് നയിച്ചത്. സ്വാഭാവികമായിട്ടും കുട്ടികൾ ആകെ മൊത്തം പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് കുട്ടികൾ ഇനി അഡ്മിഷൻ ഇതിൽ എടുക്കണോ എന്നുള്ള കുട്ടികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഫാക്ടറും അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടപ്പോൾ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് റിപ്പോർട്ടഡ് ചാനലിന്റെ കമന്റ് സെക്ഷനിലാണെങ്കിലും നമ്മൾ ഇവിടെ ഫ്യൂച്ചർ പ്ലസിൽ നമ്മൾ ഇതിന്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് കമന്റ്സിൽ നമ്മളോട് ചോദിച്ചത്, ഇതിനി ഈ പറഞ്ഞ പോലെ തന്നെ ഈക്വലൻസിയുടെ ആവശ്യം ശരിക്കും ഉണ്ടോ, നമ്മൾ ഇനി അതിനു വേണ്ടി നടക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയമാണ്. അപ്പം ഈ തുടർ വിദ്യാഭ്യാസ മേഖലയുടെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ കുട്ടികളുടെ സംശയം അതിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, നമുക്കിതിന് നമ്മുടെ പ്രൊമോഷൻ സാധ്യത മങ്ങോ, അല്ലെങ്കിൽ നമുക്കൊരു PSC എക്സാമിനേഷൻ എഴുതാൻ പ്രശ്നമുണ്ടോ, ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ, അല്ലെങ്കിൽ ഇതിനൊന്നും പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയാതെയാണ് അധികൃതർ ഇങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവർ അതിനനുസരിച്ച് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വ്യക്തമായിട്ട് നമുക്ക് സർക്കാർ റൂളുകളും നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ബില്ലും പാസ്സാക്കിയ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അറിവില്ലായ്മ കാരണമാണ് അവർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലാവുന്ന സമയത്ത് അത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് മാറും. ഇപ്പൊ കുറച്ചായിട്ട് നിങ്ങൾക്ക് അറിയാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പൊ കേരളത്തിലെ എല്ലാ കുട്ടികളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടി ബന്ധപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കേരളയിലെയും കാലിക്കറ്റിലെയും അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാല, MG സർവകലാശാലകളുടെ എല്ലാം ഡിസ്റ്റൻസ് വിഭാഗം എന്നുള്ളത് മാറ്റിയിട്ടാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ഒരു തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണോ കേരള സർവകലാശാലയിലെ അധികൃതർ ഇങ്ങനെ കാണിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവില്ല. എന്നാൽ പോലും നമുക്കിപ്പം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്, ഇത് ന്യൂസ് ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയപ്പം, മേലധികാരികളിലേക്ക് എത്തിത്തുടങ്ങിയപ്പം വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ചർച്ചകളും അതിനനുസരിച്ച് ഉണ്ട് എന്നുള്ളതും VCയുടെ ഭാഗത്ത് നിന്ന്, അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി VCയുടെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതോടുകൂടി ഇത് മറ്റ് VCകളും അറിയാൻ തുടങ്ങി. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇതിനു വേണ്ടി ഒരു ചർച്ച നടത്താൻ അവർ തയ്യാറാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് വളരെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ആ ഒരു ആശയ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പെട്ടെന്ന് തന്നെ ഒരു അടിയന്തരമായിട്ടൊരു യോഗം കൂടാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ VCയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ VCയും മറ്റ് ബോർഡ് അംഗങ്ങളും ചേർന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, ഒരു ബോർഡ് മീറ്റിംഗ് തന്നെ. അപ്പം വിദ്യാർത്ഥികളോട്, അതായത് ഇത് കാണുന്ന വിദ്യാർത്ഥികളോട് നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പബ്ലിക് നോട്ടീസ് ഉണ്ട്, UGCന്റെ 2018 വന്നിട്ടുള്ള ഒരു നോട്ടീസ് ആണ്. അതായത് ഈ ഓപ്പൺ ഇതിൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ചെയ്യുന്ന ഈ ഒരു നമ്മളെ രാജ്യത്ത് ചെയ്യുന്ന ഒരു കുട്ടിക്കും ഇനി ഈ ഒരു മാതൃകയിലാണെന്ന് പറഞ്ഞിട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പബ്ലിക് നോട്ടീസ് ആണ്. വ്യക്തമായിട്ട് ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2018 വന്നിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് ഈ പറഞ്ഞിട്ടുള്ള അധികാരികളൊന്നും ഇത്തരത്തിലുള്ള യാതൊരു നോട്ടിഫിക്കേഷനും പബ്ലിക് നോട്ടീസും ഒന്നും, അതും UGCന്റെ
യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ഒന്നും കണ്ടിട്ടില്ല എന്നായിരിക്കും തോന്നുന്നത്. എന്നാലും അവർക്ക് വേണ്ടിയും കൂടി നമ്മളിത് സമർപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളോട് ഇനി നാളെ മറ്റന്നാൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങളെ വെട്ടിലാക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഈ ഒരു അബ്സ്ട്രാക്റ്റും അതുപോലെ തന്നെ UGCയുടെ ആ ഒരു ഇതും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാം എന്നുള്ളതും കൂടി പറയാണ്. അപ്പൊ എന്തായാലും ഈ 2 PDFs ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. ഇത് പർട്ടിക്കുലർലി ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു 2018 തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്, ഓർഡർ ആണ്. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വൈഡ് ലെറ്റർ റീഡ് അബൌട്ട് ദ ഫോർവേഡ് ഓഫ് ദ ഗൈഡ്ലൈൻസ് റിലേറ്റിംഗ് ടു ദ ഈക്വലൻസി റെക്കഗ്നിഷൻ ഓഫ് ദ അക്കാഡമിക് പ്രോഗ്രാംസ് ഓൺ ഏരിയാസ് ഓഫ് സ്റ്റഡീസ് നോൺ ക്രിമിനൽ ആൻഡ് ദ ഡിഗ്രീസ് ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഹയർ എഡ്യൂക്കേഷന്റെ കീഴിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ വരുന്ന എല്ലാ സർവകലാശാലകൾക്കും അതിൻ്റെതായിട്ടുള്ള അവകാശം ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ഏത് ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഡിഗ്രി ഈ UGC അംഗീകരിച്ച ഏത് സ്ഥാപനത്തിൽ നിന്നും കോഴ്സുകൾ എടുക്കുന്ന കുട്ടികൾ യാതൊരു രീതിയിലും പിന്നീട് അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തുടർന്നുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ടോ യാതൊരു രീതിയിലും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ പേരുകൾ അടക്കം അവർ കൊടുത്തിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ 2 നോട്ടിഫിക്കേഷനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഗവൺമെന്റ് ഓഫ് കേരള ഇറക്കിയതും അതുപോലെ തന്നെ UGC ഇറക്കിയതുമായിട്ടുള്ള 2 ഇതുണ്ട്. വിത്ത് നമുക്ക് ഗസറ്റഡ് ഡേറ്റ് ഒക്കെ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. സോ യാതൊരു രീതിയിലും അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെ വളരെ വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ 2 സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാം. സർട്ടിഫിക്കറ്റ് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കാം. ഇത് രണ്ടും PDF ഫോർമാറ്റിലായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. എന്തായാലും തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശ്വാസവഹമായ ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് എന്തായാലും ഇതൊരു പ്രശ്നം ഒരു സ്റ്റുഡന്റ് ഉന്നയിച്ച സമയത്താണ് ഇത്തരത്തില് പല അധികൃതരും ഇങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെ? അപ്പം ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.